ഹലോ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങൾ MA സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്? നമുക്ക് രണ്ട് ബുക്കായിട്ടാണ് ഇത് പഠിക്കേണ്ടത്. അതിലൊന്ന് റിസർച്ച് മെത്തഡോളജിയാണ്, അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജിയാണ്. അത് റിസർച്ച് മെത്തഡോളജിയിൽ നമുക്ക് പറയാനുള്ളത് റിസർച്ചിന്റെ ഡെഫിനിഷൻ, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്, അതിന്റെ ഗുഡ് ക്രൈറ്റീരിയാസ്, അതിന്റെ ക്വാളിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യനെയർ എങ്ങനെ ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആളുകളുടെ ഇടയിൽ പോയിട്ട് ചോദിക്കേണ്ടത്, ആ കിട്ടിയ ഡാറ്റനെ, അതിനൊക്കെ നമ്മൾ ഡാറ്റ എന്നാണ് പറയാം, ആ കിട്ടിയ ഡാറ്റനെ നമ്മൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് ഒക്കെ വളരെ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ടാവും, പിന്നെ അസൈൻമെന്റ് ഡിസ്കഷൻസ് ഓൾസോ ഉണ്ടാവും കേട്ടോ. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് കേട്ടിട്ട് അതിനുശേഷമായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സിൽ ഉണ്ടാവുന്ന ഡൗട്ട്സ് ഒക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പരിഹരിക്കാവുന്നതാണ്. റിസർച്ച് മെത്തഡോളജി പേപ്പറിൽ കംപ്ലീറ്റ് നമുക്കൊരു തിയറിറ്റിക്കൽ ബേസ് ആണ്, കൂടുതൽ ഡിസ്ക്രിപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? കാരണം റിസർച്ച് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആയിരിക്കും, റിസർച്ച് ചെയ്യപ്പെടുന്നത് ഒരു ഹ്യൂമൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തോ. അപ്പൊ മനുഷ്യന്മാര് ചെയ്യുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്മാരുടേതായിട്ടുള്ള പല പെർസ്പെക്റ്റീവും പല ആറ്റിറ്റ്യൂഡ്സും പല ബിലീഫ്സും നമ്മളുടെ വർക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പല കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് നമ്മൾക്കൊരു തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്നും ഇല്ലാതാക്കാൻ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ശാസ്ത്രീയപരമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ റിസർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂട്ടിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയിലൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ബിഹേവിയർ അനാലിസിസിനൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻസും സ്റ്റെപ്സും ക്രൈറ്റീരിയാസും ക്വാളിറ്റീസും കൂടാതെ നമ്മൾ അതിന്റെ റിലയബിലിറ്റി, വാലിഡിറ്റി, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വാലിഡ് ആണോ, അത് റിലയബിൾ അഥവാ കൺസിസ്റ്റന്റ് ആണോ എന്നൊക്കെ നോക്കും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വേരിയബിൾസ് എന്ന് പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു റിസർച്ച്, ആദ്യത്തെ വർഷം നമ്മൾ ഒരാളുടെ ഡീറ്റെയിൽസ് എടുത്തു, അയാൾക്ക് 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും പ്രായം ഒരുപോലെ ആണെന്നില്ലല്ലോ, പ്രായം കൂടിക്കൊണ്ട് വരും. ദാറ്റ് മീൻസ് കൺസിസ്റ്റന്റ് അല്ലാത്ത പല കാര്യങ്ങളുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയാം. അപ്പൊ അത് ഏതൊക്കെയാണ് നമ്മളെ പഠനത്തിൽ വരുന്നത്? അതുപോലെ സാമ്പിളിങ്, എങ്ങനെയാണ് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്, എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിളിങ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഈ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പല രീതിയിലുള്ള റിസർച്ച് ഉണ്ട്. നമ്മൾ ഫീൽഡിൽ പോയിട്ട് ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ള റിസർച്ച് ഉണ്ട്, നമ്മൾ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് ഉണ്ട്. അതും ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേസ് സ്റ്റഡി, അതായത് കൗൺസിലിംഗ് പോലത്തെ ഫീൽഡുകളിലൊക്കെ നമുക്ക് ക്ലിനിക്കൽ ലെവലായാലും ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ എങ്ങനെയാണ് കേസ് സ്റ്റഡി നടത്തേണ്ടതെന്നും ടൈപ്സ് ഓഫ് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപകാരപ്രദമായ അനോവ എന്താണ്, ഫാക്ടോറിയൽ ഡിസൈൻസ് എന്താണ്, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അപ്പോ ഇത് ബ്ലോക്ക് വൈസ് ആണ് വരുന്നത്. ഓരോ ബ്ലോക്കിലും ഒരു 3-4 യൂണിറ്റ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അതൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് കേട്ടോ. 4 യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഓരോ ബ്ലോക്കിലും വരുന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞാല് S4 4 യൂണിറ്റ്സ്
ഈച്ച് ബ്ലോക്സ്. ഓക്കെ, ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഈ ഒരു പുസ്തകം കഴിഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഒരു റിസർച്ച് അനാലിസിസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡാറ്റ വേണം. അപ്പൊ ഈ ഡാറ്റ നമുക്ക് തോന്നിയ പോലെ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, നിയമപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എവ്രിതിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഏതാ ഈ റിസർച്ച് മെത്തഡോളജി എന്നുള്ള പുസ്തകം. അപ്പൊ നമുക്ക് ഡാറ്റ കിട്ടിയിട്ട് അനാലിസിസിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു എങ്കിൽ രണ്ടാമത്തെ പുസ്തകമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി പറയുന്നത് എങ്ങനെ ഡാറ്റ അനാലിസിസ് ലെവലിലോട്ട് കൊണ്ടുപോവാന്നാണ്. നമുക്ക് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് വേ ഓഫ് ആൻസേഴ്സ് ആണ് വേണ്ടത്. ചുമ്മാ ഗസ് അല്ല, സാധ്യത വരുന്നതോ അല്ല. അതായത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നൊന്നും നമുക്ക് ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് പറയാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പോൾ വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം നമ്മളുടെ ഡാറ്റ. അപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഡാറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ പുസ്തകത്തില് രണ്ടാമത്തെ പുസ്തകത്തില് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അതായത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കൈകൊണ്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. പക്ഷെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ തരം പാരാമെട്രിക് സ്റ്റാറ്റിൻ, എന്തൊക്കെ തരം നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എന്നൊക്കെ. ഇത് കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പുസ്തകം. പിന്നെ സ്റ്റാറ്റിന്റെ തന്നെ 2 വകഭേദങ്ങൾ, ഡിസ്ക്രിപ്ഷനും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ എസ്റ്റിമേഷൻ ലെവലിലോട്ട് പോകുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ടേക്കിംഗ് ഇൻഫറൻസ്, നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പോരാതെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അതായത് നമ്മൾ ചെറുതിലൊക്കെ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും, എന്താ മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയാൽ അതിന്റെ ആവറേജ് കാണുന്നത്, അതിന്റെ മോഡ് കാണുന്നത്, അതിന്റെ മീഡിയൻ കാണുന്നത്, അതുപോലെ അതിന്റെ റേഞ്ച്, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എല്ലാ അർത്ഥത്തിലും തെറ്റ് വരാതിരിക്കാൻ ഒരു ഡാറ്റിനെ തിരിച്ചും മറിച്ചും മരിച്ചും പെറുക്കിയും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യലും അതെങ്ങനെ മനസ്സിലാക്കും, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഓരോന്നിലും ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എറേഴ്സ്, ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മളിപ്പോ മെഡിക്കൽ ലാബിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ നമ്മളൊരു സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒന്നെങ്കിൽ അത് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണല്ലോ നമുക്ക് തരാം. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹൈപ്പോത്തിസിസ് ഒക്കെ പറയുന്നത്. അതിൽ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2 എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായിരിക്കെ നമ്മള് എന്താ പറയാ, തെറ്റായിരിക്കെ നമ്മൾ ഒന്നിനെ ആക്സെപ്റ്റ് ചെയ്താല് അത് ഒരു തരം എറർ, ശരിയായിരിക്കെ നമ്മൾ ഒന്നിനെ റിജക്ട് ചെയ്താൽ അത് മറ്റൊരു തരം എറർ. അതിപ്പോ ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് ഞാനൊരു ക്ലൂ തന്നു പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഹൈപ്പോത്തിസിസിനൊക്കെ കുറിച്ചിട്ട് കാര്യമായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ കോറിലേഷൻ, 2 വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണോ. ഇപ്പോ ഒരാളുടെ ടീനേജേഴ്സ് കൊടുക്കാൻ നമുക്ക് മൊബൈൽ അഡിക്ഷൻ കൊടുക്കാം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് ടീനേജേഴ്സിൽ കൂടുതൽ മൊബൈൽ അഡിക്ഷൻ വരുന്നതൊക്കെ. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് എന്നും ഇനി ഭാവിയിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചാൽ അഡിക്ഷൻ വരാനോ അല്ലെങ്കിൽ കുട്ടികളിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നം വരാനോ ബിഹേവിയർ പ്രശ്നം വരാനോ ഒക്കെ ചാൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ, കോറിലേറ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ്. സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന പല ടെസ്റ്റുകൾ, പല
സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അതിനെയാണ് നമ്മൾ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓരോന്ന് എടുത്ത് പറയുന്നില്ല. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും അതിന്റെ കാൽക്കുലേഷൻസും അതിന്റെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോ നമ്മള് സൈക്കോളജിയിൽ നമ്മൾ ഇത് പഠിക്കുന്നു. ഇത് പഠിച്ചിട്ട് നമ്മളൊരു റിസർച്ച് ഫീൽഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഡാറ്റ കിട്ടിയാൽ എന്താണ് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത്, ഇത് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ, എങ്ങനെയാണ് ഇതിന്റെ ഫോർമുലാസ് കൊടുക്കേണ്ടത്, എന്താണ് ഇതിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുകയും ഡയറക്റ്റ് നമ്മളൊരു എക്സൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഡയറക്റ്റ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഡാറ്റ എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ പഠിച്ചു. ഡാറ്റ അനാലിസിസ് വരെയുള്ളത് നമ്മൾ ആദ്യത്തെ പുസ്തകത്തിൽ പഠിച്ചു. രണ്ടാമത്തെ പുസ്തകത്തിൽ നമ്മൾ അനാലിസിസ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാം, റിപ്പോർട്ട് തയ്യാറാക്കാം, പിന്നെ പബ്ലിക്കിലോട്ട് കൊടുക്കാം. നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് റെഡി. ഇങ്ങനെയാണ് നമ്മൾ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇതൊക്കെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ കേട്ടതിന് ശേഷം നമ്മളൊരു മന്ത്ലി 2 പ്രാവശ്യം അല്ലെങ്കിൽ മന്ത്ലി 3 പ്രാവശ്യം നമ്മൾ ലൈവ് ക്ലാസ്സസ് വെക്കും. ആ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ എല്ലാം ഒന്നിച്ചിട്ട് എടുക്കുന്നില്ല, ഘട്ടം ഘട്ടമായിട്ട് ഓരോ ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സോ വെച്ചിട്ട് നമ്മൾ ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്യും. അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സിൽ കേട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ് ഡിസ്കഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് സോൾവ്ഡ് അസൈൻമെന്റ് ആൻസേഴ്സും തരുന്നതായിരിക്കും. അത് നമുക്ക് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്, അതും അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വളരെ ഈസി ആൻഡ് വളരെ കൂളായിട്ട് നമുക്ക് MA സൈക്കോളജിയിലുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഒരു ഭാഗം പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.